ഹായ് ഹലോ എല്ലാവർക്കും ജിൻസി കൂടത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുനലൂർ വരെ പോകുന്നുണ്ടായിരുന്നു ഇന്നേ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മൾ അടൂരൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ കരിക്കൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മളവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ വീഡിയോ ഞങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വീഡിയോ എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അദ്ദേഹം ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പറയുമായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്നേരം ഞങ്ങളോട് ചോദിച്ചു അത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പം ഇതുപോലെ യൂട്യൂബിൻ്റെ ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് തുറന്ന് പറയാനായിട്ട് സന്നദ്ധത കാണിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ അതുവഴി പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാര്യം വലിയ ഭാരിച്ച ജോലികളൊന്നും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയത്തില്ല. കിഡ്നി ഫെയിലിയർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അതുവഴി പോകുന്നവരാണെങ്കിൽ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ സഹായിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അത് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. തുടർന്നും എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വിശേഷം. ഞങ്ങൾ കരിക്കൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ 2 കമ്പിളി നാരങ്ങ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ വേറെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പുറകെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഇടാവുന്നതാണ്. മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അത് 2ആയിട്ടൊക്കെ മുറിച്ച് തന്നപ്പം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചു. നല്ല ചൂടൊക്കെ അല്ലേ, വണ്ടികളിലൊക്കെ ഇരുന്ന് പോകുമ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കരിക്കൊക്കെ കുടിക്കാമെങ്കിൽ ഒരു കുളിർമയൊക്കെയാണ്, ഒരു സമാധാനവും ഒക്കെ. കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ കടങ്ങൾ കൊണ്ട് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായി. പിന്നെ എന്നെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടിയാണ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി. നാട്ടുകാരെന്ന് വെച്ചിരുന്നാൽ എൻ്റെ നല്ല സുഹൃത്തുക്കൾ, അതായത് എൻ്റെ ക്ലാസ്മേറ്റ്, എൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ്, സഹായം കൊണ്ടാണ് ഞാൻ എന്റെ ജീവനോടെ ഞാൻ തിരിച്ചു വന്നത്. എന്റെ കിഡ്നി ഒരെണ്ണം വീക്കായിരുന്നു, മൂത്രത്തിൽ കല്ലായിരുന്നു. അത് ഒരു കിഡ്നി കംപ്ലീറ്റ് ഡോക്ടർ പറഞ്ഞ ഇനി ആ ഒരു കിഡ്നി നോക്കണ്ടെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പ്രേരണ, ഒരു കഴിവ് കൊണ്ടാണ് ഞാൻ വീണ്ടും ജീവനോടെ ഞാൻ തിരിച്ചു വരാൻ കാരണം. ഡോക്ടർ പറഞ്ഞ ഒരു അത്ഭുത ജീവിതം തന്നെ കാണുന്നത്. അതുപോലെ 3 വർഷം തുടർച്ചയായിട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം എനിക്ക് മറ്റുള്ള ഭാരിച്ച പണികൾക്കൊന്നും പോകാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനൊരു സംരംഭം തിരഞ്ഞെടുത്തത്. കരിക്ക്, കമ്പിളി നാരങ്ങ. ഈ കമ്പിളി നാരങ്ങ എങ്ങനെയാ വില? കമ്പിളി നാരങ്ങ പിന്നെ വലിപ്പം അനുസരിച്ചാണ് ഞാനിപ്പോ അത് ഞാൻ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് എന്തിനൊക്കെ കൊള്ളാം? അത് പിന്നെ ഷുഗർ പേഷ്യന്റിന് ഏറ്റവും ബെസ്റ്റാണ്. അതായത് ഷുഗർ ഉള്ള ഒരു വ്യക്തി, അതായത് 240 ഷുഗർ ഉള്ള ഒരു വ്യക്തി തലേ ദിവസം ഇത് കഴിച്ചിട്ട് പിറ്റേന്ന് പോയി ആ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ വളരെ നോർമലായിട്ട് വരും. അതായത് ഒരു 160, 180 അതിനകത്ത് താഴെ വരും. അത് ഉറപ്പാണ്. കാരണം വൈകിട്ട് ഈ ഡോക്ടർമാരാണ് ഇവിടെ വന്ന് കൂടുതലും വാങ്ങാറുള്ളത്. കാരണം അവർക്ക് ഇതിന്റെ ഈ നന്മയെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് അവര് എത്ര പൈസയാണെന്ന് പറഞ്ഞിരുന്നാലും അവർ വന്ന് മേടിച്ചിട്ടുണ്ട്. അവർ വില ചോദിക്കത്തേ ഇല്ല. അവർ വന്ന് എല്ലാ ദിവസവും വന്ന് വാങ്ങും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇല്ലാത്ത സാധനം ഉള്ളിടത്ത് പോയി മേടിച്ചോണ്ട് വരുന്നത്. എന്റെ പേര് ഷാജഹാൻ. ഞാൻ കുമ്പിക്കല താമസിക്കുന്നത്. പിന്നെ ഈ സ്ഥലത്തിന്റെ പേര് കടക്കാമണ്ടെന്നാണ്. നല്ല മനുഷ്യര്, നല്ല മനസ്സിനെ ഉള്ളവര് വരും. അവര് നല്ല രീതിയിൽ എപ്പോഴും സഹകരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എന്റെ ഈ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നവരുടെ ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. എന്നിരുന്നാലും ഇവിടെയുള്ള നാട്ടുകാരും ഈ വഴിപോക്കരായ നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യര്, നല്ല സഹകരണമാണ്. ഞാനും അതുപോലൊക്കെയാണ് അവരുടെ അടുത്തും സഹകരിക്കുന്നത്. കാരണം നമ്മളൊരു വെള്ളം കൊടുത്തു കഴിഞ്ഞിരുന്നാലും നാളെ വന്ന് നമ്മുടെ അടുത്തുനിന്ന് ഒരു വെള്ളം കുടിക്കണം. ഒരു നാരങ്ങ വെള്ളമായാലും ഒരു മോരും വെള്ളമായാലും. അതായത് എന്റെ ഒരു മോരും വെള്ളം വാങ്ങിച്ച് കുടിച്ചതെന്ന് വെച്ച് കരവാള് പോയ ഒരു വ്യക്തി പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ കൂട്ടി 4 പേരുമായിട്ടാണ് ഇവിടെ വന്ന് ആ മോരും വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ വന്നു. കാരണം നമുക്ക് വരുന്ന ആൾക്കാരുടെ ആ ഒരു മനസ്സിന്റെ തൃപ്തിയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. എനിക്ക് കൂടുതൽ ലാഭമല്ല എന്റെ പ്രതീക്ഷ. പിന്നെ എനിക്കെന്ന് വെച്ചിരുന്നാല് ഈ ജനങ്ങളുടെ ഒരു നന്മ കൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വരുന്നത്. അപ്പൊ ആ ജനങ്ങളെ എനിക്ക് ദ്രോഹിക്കാൻ മനസ്സ് വരുമോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം എനിക്ക് നിലനിൽപ്പാണ് എന്റെ വിഷയം. സ്നേഹത്തോടുകൂടി മരിക്കുന്നത് വരെ
സഹകരിക്കുക. എല്ലാവരുമായിട്ട് ഒരു മനുഷ്യൻ യഥാർത്ഥ ഒരു മനുഷ്യനെ പോലെ ജീവിക്കണം. അത്രയും. എല്ലാവരും ആവുന്നത് പോലൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതെ അതെ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കമ്പിളിനാരങ്ങ, കരിക്ക്, സന്തോഷം.